ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കറികളൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ മൊത്തത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിട്ട് കേട്ടോ. ഒന്ന് വാടിയൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിങ്ങനെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ ഒറ്റ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് തക്കാളി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്ക് ചെയ്തിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതലൊന്നും മസാലപ്പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ കറികളൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം എരിവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് കോഴിമുട്ടയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കോഴിമുട്ട മാത്രം എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്നങ്ങ് അടച്ച് വെക്കാം കേട്ടോ. എന്നൊരു സൈഡിലേക്ക് വെച്ചാൽ മതിയാവും. ഇപ്പോൾ മസാല ഫില്ലിങ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഞാനൊരു ബൗള് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിന് പകരം ഓയിൽ ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള, തിളച്ചതല്ല, അതിനേക്കാളും കുറച്ച് കുറവുള്ള. കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അതുപോലെ അങ്ങ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ പോലെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസുകളാക്കിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 ബോൾസ് ആക്കിയിട്ട് എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പത്തിരി പ്രസ്സിലാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ് ഉണ്ടല്ലോ, അതിൽ പരത്തിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിനേക്കാളും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുള്ളതാണ് കേട്ടോ. എന്നാൽ പൂരീൻ്റെ അത്ര കട്ടിയും വേണ്ട. അപ്പോൾ അതിനേക്കാളും കുറച്ച് രണ്ടിൻ്റെ നടുക്കിലുള്ള ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഞാൻ ഓരോ പൂരി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതലായി പോകണ്ട. ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്കും പോകണ്ട കേട്ടോ. സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ ആവശ്യാനുസരിച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പൂരി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം വിരൽ കൊണ്ട് തന്നെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇതുപോലെ കുപ്പിയുടെ ഒരു അടപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാലൻസുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് സീലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് കൈവിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ഫില്ലിംഗ് ഒന്ന് പുറത്തും പോവില്ല, കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എണ്ണ ചൂടാവും. പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ എണ്ണയൊക്കെ മുകൾ ഭാഗത്തേക്ക് തട്ടി കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണേ. പിന്നെ ഒരുപാട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പൂരി കുക്കായി കിട്ടിക്കോളും. ഉൾഭാഗത്തിന് കുക്ക് ചെയ്ത് കിട്ടാനൊന്നുമില്ല, പക്ഷേ നമ്മളെ പുറം ഭാഗത്തുള്ള ആ പൂരി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കളറൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എണ്ണയിൽ നിന്നും കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പകരം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെച്ച് ചിക്കനൊക്കെ ആണെങ്കിൽ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് കൈ കൊണ്ടൊന്ന് പിച്ചതിന് ശേഷം ഈ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുട്ടയ്ക്ക് പകരം ചിക്കൻ വേണമെങ്കിലും ബീഫ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ 4 ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 ബോൾസല്ലേ എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8 ബോൾസും കൊണ്ട് 4 സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കണ്ടില്ലേ, കട്ട് ചെയ്യുന്ന സമയത്ത് ഉൾഭാഗത്തൊക്കെ നല്ല ഫില്ലിങ്ങൊക്കെ സെറ്റായിട്ട് കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്